2 മണിക്കൂർ ജയിൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് വന്ന ജിസയിലും അനുമോളും കൂടി ഉണ്ടായ പ്രശ്നത്തെപ്പറ്റി വീണ്ടും ഒന്നും കൂടി സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലും അനുമോൾ വളരെ ശാന്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്യാമറ ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ജിസയിൽ ഭയങ്കര ഒച്ചത്തിൽ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെയുള്ള സംസാരം നമുക്ക് കുറച്ചൊന്ന് കേട്ടിട്ട് വരാം. അന്ന് ഞാൻ ആ ടിഷ്യൂ പേപ്പർ എടുത്തില്ലേ, എനിക്ക് അറിയാം ഞാൻ ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യത്തില്ല എന്ന്. ജിസലൊന്ന് കണ്ടുപിടിക്കുന്നു പറഞ്ഞപ്പോൾ ഞാനന്ന് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഒരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കൂ, ഇങ്ങനെ ഒപ്പിയെടുക്കാന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. അപ്പൊ കണ്ടുപിടിക്കുന്ന പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ പഠിക്കില്ല. നീ എന്നോട് ചോദിച്ച പോലെയല്ല, ഞാൻ മേക്കപ്പ് ഒക്കെ ബർഗറിന്റെ പറ്റി പറയാം. ഞാൻ ബർഗർ എടുക്കുമായിരുന്നു, ഞങ്ങൾക്ക് ബർഗർ കിട്ടി, ഞാൻ ചൂടാ. നീ ബർഗറിന്റെ കാര്യം ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ മോഹം വീണില്ല. അപ്പൊ ഞാൻ ബിഗ് ബോസ് റൂൾസ് ബ്രേക്ക് അല്ല, നീ പറഞ്ഞിട്ട് ഇതിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് പറഞ്ഞപ്പോഴാണ് ഇത്. അപ്പൊ ഇല്ല അന്ന് പിന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞപ്പോഴാണ് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ യു കാൺ ടച്ച് എനിവൺ വിത്തൗട്ട് എനിക്കറിയാം. നിന്റെ ഒരു പെണ്ണിനെ നിങ്ങൾ ഇങ്ങനെ വിത്തൗട്ട് പെർമിഷൻ തൊട്ട അത് തെറ്റാണ്. ഞാൻ ക്ഷമ ചോദിച്ചു, ഞാൻ സോറി പറഞ്ഞല്ലോ. ഞാൻ റൂൾസ് ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് എല്ലാം അതിന്റെ ശിക്ഷ കിട്ടി. അപ്പൊ നിങ്ങൾ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, നിങ്ങൾക്ക് വീണ്ടും റെഡയാണ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചാൽ പറയാറുണ്ട് എനിക്ക് ചെയ്യാൻ. അത് മുന്നേ ഇല്ല നിങ്ങൾ എത്ര വർഷം എന്റെ ബെഡിൽ കൈയിട്ട്? അത് ശരിയാണ്, 10 തവണ അല്ല. ഞാൻ നിന്നെ 4-5 വർഷം നിന്നെ എനിക്ക് തോന്നുന്നു സംസാരിക്കുന്നില്ല. അറിയാം, എനിക്കും അറിയാം. ഞാൻ കഴിഞ്ഞിട്ടുണ്ട് 4 വർഷം നിന്നെ പിടിച്ചു. ഞാൻ അത് ബിഗ് ബോസ് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇത്ര കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല. അതെ.